ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഫിസിക്സിലെ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 പ്രകാശത്തിന്റെ വർണ്ണലോകം അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് കളേഴ്സ്. ഈ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളെല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ടാവുമല്ലേ? എന്തു ഭംഗിയാ അത് കാണാൻ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? ഇതിന്റെ പിന്നിൽ വളരെ ലളിതമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ഉത്തരം നമ്മുടെ ഈ ചാപ്റ്ററിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായും മാർക്ക് കിട്ടുന്നൊരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം പ്രിസം എന്താണെന്ന് പഠിക്കും. പിന്നെ മഴവില്ലിന്റെ രഹസ്യമായ ഡിസ്പേർഷൻ എന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നിറങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചു ചേരുന്നത് എന്ന് നോക്കും. അവസാനം പരീക്ഷയിൽ എങ്ങനെ മുഴുവൻ മാർക്കും വാങ്ങാമെന്നും ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗം പ്രിസം, ഹൗ ലൈറ്റ് ബെൻഡ്സ്. പ്രകാശത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് പ്രിസം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒരു പ്രകാശരശ്മി പ്രിസം എന്ന ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നേരെയാണോ പോകുന്നത്? അല്ല, ചെറുതായിട്ടൊന്ന് വളയുന്നുണ്ട്, അല്ലേ? പ്രകാശം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ വളയുന്നതിനെ നമ്മൾ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയും. ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഒരു അടിസ്ഥാന നിയമമാണ്. ഇത് മറക്കാനേ പാടില്ല. ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്നുപോകുമ്പോൾ അതെപ്പോഴും അതിൻ്റെ പാദത്തിലേക്ക്, അതായത് ബേസിലേക്ക് മാത്രമേ വളയുകയുള്ളൂ. കഴിഞ്ഞ ചിത്രത്തിൽ BC എന്ന് അടയാളപ്പെടുത്തിയ ഭാഗമില്ലേ, അതാണ് പ്രിസത്തിന്റെ ബേസ്. ഇതൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ പ്രകാശം പ്രിസത്തിൽ വളയുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി രസകരമായ ഒരു കാര്യമാണ്. സൂര്യന്റെ വെള്ള നിറത്തിലുള്ള പ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? നോക്കൂ, നമ്മൾ കാണുന്ന വെള്ളപ്രകാശം യഥാർത്ഥത്തിൽ ഒറ്റ നിറമല്ല, അത് 7 നിറങ്ങൾ ചേർന്നതാണ്. ഒരു പ്രിസം ഈ വെള്ളപ്രകാശത്തെ കടത്തിവിടുമ്പോൾ അതിനിങ്ങനെ 7 നിറങ്ങളായിട്ട് പിരികുന്നു. കണ്ടോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമുക്ക് ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിന് ഇതിനെ വിബ്ജിയോർ എന്ന് വിളിക്കാം. നമ്മൾ തൊട്ടുമുമ്പ് കണ്ടില്ലേ വെള്ളപ്രകാശം 7 നിറങ്ങളായി പിരിയുന്നത്? ആ ഒരു പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്. അതാണ് പ്രകാശപ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പോഷൻ. സൂര്യപ്രകാശം പോലുള്ള ഒരു പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന ഈ പ്രതിഭാസത്തെയാണ് പ്രകാശപ്രകീർണനം എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണേ, ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. ശരി, പ്രകാശം ഇങ്ങനെ പിരിയുമെന്ന് മനസ്സിലായി. പക്ഷേ എന്തിനാണിങ്ങനെ പിരിയുന്നത്? എന്തുകൊണ്ടാണ് വയലറ്റ് താഴെയും ചുവപ്പും മുകളിലും ഒക്കെ വരുന്നത്? ആ ഒരു പ്രത്യേക ഓർഡറിൽ വരാൻ എന്തായിരിക്കും കാരണം? അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലാണ്: വേവ് ലെങ്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയും. നിയമം ഇത്രയുള്ളൂ: തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് കുറവാണെങ്കിൽ പ്രകാശത്തിന്റെ വളവ്, അതായത് ഡീവിയേഷൻ, കൂടുതലായിരിക്കും. വയലറ്റ് നിറത്തിന് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമാണ്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ വളഞ്ഞ് താഴെ വരുന്നു. ചുവപ്പു നിറത്തിന് ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമാണ്. അതുകൊണ്ട് അത് ഏറ്റവും കുറച്ചു മാത്രം വളഞ്ഞ് മുകളിൽ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. മഴവില്ല് എങ്ങനെ ഉണ്ടാകുന്നു? മഴ പെയ്തു തോർന്നാൽ അന്തരീക്ഷത്തിൽ ഒരുപാട് ചെറിയ വെള്ളത്തുള്ളികളുണ്ടാകും. ഈ ഓരോ വെള്ളത്തുള്ളിയും ഓരോ കുഞ്ഞൻ പ്രിസം പോലെയാണ് പ്രവർത്തിക്കുക. സൂര്യപ്രകാശം ഈ വെള്ളത്തുള്ളികളിൽ തട്ടുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കുകയും നമുക്ക് മനോഹരമായ മഴവില്ല് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മൾ പ്രകാശത്തെ പിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ പിരിച്ച നിറങ്ങളെ വീണ്ടും ഒന്നിച്ചാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നോക്കൂ, ഒരു പ്രിസം വെച്ച് നമ്മൾ പ്രകാശത്തെ 7ആയി പിരിച്ചു. അതിന്റെ തൊട്ടടുത്ത് തലകീഴായി മറ്റൊരു പ്രിസം വെച്ചാൽ എന്ത് സംഭവിക്കും? ആ 7 നിറങ്ങളും വീണ്ടും ഒന്നിച്ചു ചേർന്ന് വെള്ളപ്രകാശമായിട്ട് തന്നെ പുറത്തുവരും. വളരെ സിമ്പിളാണല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശത്തിലെ പ്രാഥമിക വർണ്ണങ്ങളെക്കുറിച്ചാണ്, പ്രൈമറി കളേഴ്സ്. ഇത് നിങ്ങൾ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കളറുകളുമായി തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രകാശത്തിന്റെ കാര്യമാണ്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച, നീല എന്നിവയാണ്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, ചുരുക്കി RGB എന്ന് പറയും. ഈ ചിത്രം നോക്കൂ, നമുക്ക് ഓരോന്നായി നോക്കാം. ചുവപ്പും പച്ചയും ലൈറ്റുകൾ ചേരുമ്പോൾ നമുക്ക് മഞ്ഞ നിറം കിട്ടും. പച്ചയും നീലിയും ചേർന്നാൽ സയൻ എന്ന നിറം കിട്ടും. ചുവപ്പും നീലിയും ചേരുമ്പോഴോ മജന്ത കിട്ടും. ഇനി നടുവിലേക്ക് നോക്കൂ, ഈ 3 പ്രകാശവും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് വീണ്ടും വെള്ളപ്രകാശം തന്നെ കിട്ടും. ശരി, നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നോക്കാം. ഉത്തരങ്ങൾ എങ്ങനെ എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുക എന്ന് നമുക്ക് നോക്കാം.
ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 3 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നത് എന്തുകൊണ്ട്? വിശദീകരിക്കുക. ഈ ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങളുടെ ഉത്തരത്തിൽ ഈ 5 കാര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 1. ഡിസ്പേർഷൻ അഥവാ പ്രകാശപ്രകീർണനം എന്താണെന്ന് എഴുതുക. 2. വെള്ളപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ടെന്നും ഓരോന്നിനും വ്യത്യസ്ത തരംഗദൈർഘ്യമുണ്ടെന്നും പറയുക. 3. വളവ് അഥവാ വ്യതിയാനം തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നെഴുതുക. 4. വയലറ്റിന് തരംഗദൈർഘ്യം കുറവായതിനാൽ ഏറ്റവും കൂടുതൽ വളയുന്നു, ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ ഏറ്റവും കുറച്ചു വളയുന്നു എന്ന് ഉദാഹരണം എഴുതുക. 5ാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനം, ഈ ചിത്രം നിർബന്ധമായും വരച്ചിരിക്കണം. പല കുട്ടികൾക്കും മാർക്ക് പോകുന്നത് ചെറിയ ചില തെറ്റുകൾ വരുമ്പോഴാണ്. എന്തൊക്കെയാണ് ആ തെറ്റുകൾ എന്ന് നോക്കാം. വിബ്ജിയോർ ഓർഡർ തെറ്റിച്ചെയ്തും. ചുവപ്പാണ് ഏറ്റവും കൂടുതൽ വളയുന്നതെന്ന് ചിലപ്പോൾ എഴുതിപ്പോകും. അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ മറന്നുപോകും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? വിബ്ജിയോറിൽ വയലറ്റാണ് ഏറ്റവും താഴെ ഏറ്റവും കൂടുതൽ വളയുന്നതെന്ന് ഓർക്കുക. വേവ് ലെന്ത് കുറഞ്ഞാൽ വളവ് കൂടും എന്ന നിയമം ഓർത്താൽ മതി. പിന്നെ മുഴുവൻ മാർക്കിനും ചിത്രം നിർബന്ധമാണ്, മറക്കരുത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകും മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും അറിയാമോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഡിസ്പേർഷൻ എന്നതിന്റെ നിർവചനം, പ്രകാശം പിരിയുന്നതിന്റെ ചിത്രം, വയലറ്റ് ഏറ്റവും കൂടുതലും ചുവപ്പ് ഏറ്റവും കുറച്ചും വളയുന്നു എന്ന സത്യം, പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നത്, പിന്നെ മഴവില്ല് ഉണ്ടാകുന്നതിന്റെ കാരണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ശരി, നമുക്ക് അവസാനമായി ഒന്ന് റിവൈസ് ചെയ്യാം. പഠിച്ചതൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കാം. അതോടൊപ്പം ഈ ചാപ്റ്റർ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മറക്കാനേ പാടില്ലാത്ത 2 ചിത്രങ്ങളാണിത്. 1. പ്രകാശം പിരിയുന്നത്, ഡിസ്പേർഷൻ. 2. നിറങ്ങൾ ചേരുന്നത്, പ്രൈമറി കളേഴ്സ്. ഈ 2 ചിത്രങ്ങളും അതിലെ ആശയങ്ങളും മനസ്സിലുറപ്പിക്കുക. പരീക്ഷയ്ക്കിനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ഈ ഒരു രീതി ഉപയോഗിച്ചു നോക്കൂ. 1. ഈ ഭാഗം ഒരു തവണ കൂടി കാണുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയെടുക്കുക. 2. ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഡിസ്പേർഷന്റെ ചിത്രം ഒരു 3 തവണയെങ്കിലും വരച്ചു പഠിക്കുക. 3. നിങ്ങൾ പഠിച്ച കാര്യം ഒരു സുഹൃത്തിനോ വീട്ടിലുള്ളവർക്കോ ഒന്ന് പറഞ്ഞുകൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. 4. പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ എഴുതിയ നോട്ടുകൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പോൾ പ്രകാശത്തിന്റെ വർണ്ണലോകം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി അറിയാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും എഴുതാൻ നിങ്ങൾ തയ്യാറാണ്. ഒരു പേടിയും വേണ്ട, ധൈര്യമായി പോയി പരീക്ഷ എഴുതൂ. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.